യൂറോപ്പിലെ അറിയപ്പെടുന്ന മുസ്ലിം വിരോധികളുടെ രാജ്യമായ സെർബിയയിൽ 3 ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇപ്പോഴും താമസിക്കുന്നു. സെർബിയയുടെ ജനസംഖ്യയുടെ 4% മുസ്ലിങ്ങളാണ്. പണ്ട് യുഗോസ്ലാവിയ എന്നാണ് ഈ രാജ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ രാജ്യത്തിലെ പല സംസ്ഥാനങ്ങളും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ബോസ്നിയ, കൊസവോ തുടങ്ങിയ രാജ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഭൂരിപക്ഷം വരുന്ന ഭൂപ്രദേശത്തെ ഇപ്പോൾ സെർബിയ എന്നറിയപ്പെടുന്നു. പണ്ടുകാലത്ത് തുർക്കിക്കാർ സെർബിയ ഭരിച്ചിരുന്നു. 300 വർഷത്തോളം തുർക്കി സാമ്രാജ്യം സെർബിയ ഭരിച്ചു. അന്നത്തെ കാലത്താണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചത്. ബോസ്നിയക്കാരും അൽബേനിയൻ വംശജരും ജിപ്സി വംശജരും സെർബിയയിലെ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. ഈ രാജ്യത്തിലെ ചില മുനിസിപ്പാലിറ്റികളിൽ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷം വരും. നോവി പസാർ മുനിസിപ്പാലിറ്റിയിൽ 82% മുസ്ലിങ്ങളാണ്. അതുപോലെ ട്യൂട്ടിൻ മുനിസിപ്പാലിറ്റിയിൽ 94% മുസ്ലിങ്ങളാണ്. 32 വർഷം മുമ്പ് ബോസ്നിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ സെർബിയ ആ സംസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്കൻ രാഷ്ട്രപതി ബിൽ ക്ലിന്റൺ ഇതിൽ ഇടപെടുകയും സെർബിയയെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബോസ്നിയ ഒരു രാജ്യമായി മാറിയത്. യൂറോപ്പിൽ ഇത്തരത്തിൽ ഒരു സൈനിക നടപടി നടത്തുന്നതിനെ ഇംഗ്ലണ്ടും ഫ്രാൻസും ജർമ്മനിയും എതിർത്തുവെങ്കിലും അമേരിക്കൻ രാഷ്ട്രപതി ബിൽ ക്ലിന്റൺ ശക്തമായ ഒരു നിലപാട് ഇക്കാര്യത്തിലെടുത്തു. അതുപോലെ കൊസവോ എന്ന യുഗോസ്ലാവ് സംസ്ഥാനം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ അവിടെയും സെർബിയയുടെ ശക്തമായ ഇടപെടലുണ്ടായി. എന്നാൽ അമേരിക്കൻ രാഷ്ട്രപതി ബിൽ ക്ലിന്റൺ കൊസവോയെ സപ്പോർട്ട് ചെയ്യുകയും കൊസവോ ഒരു സ്വതന്ത്ര രാജ്യമാവുകയും ചെയ്തു. എന്നാൽ ലോകരാജ്യങ്ങളൊന്നും തന്നെ കൊസവോയെ അംഗീകരിക്കാൻ മുന്നോട്ട് വന്നില്ല. ഇപ്പോഴും കൊസവോയിൽ 22 വിദേശ രാജ്യങ്ങളുടെ എംബസികൾ മാത്രമേയുള്ളൂ. ഇന്ത്യയെ പോലെയുള്ള വലിയ രാജ്യങ്ങളൊന്നും സെർബിയയെ പിണക്കണ്ട എന്ന് കരുതി കൊസവോക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല. ഇപ്പോൾ സെർബിയ കൊസവോയുമായും ബോസ്നിയയുമായും സൗഹാർദ്ദം സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും കൊസവോ ഒരു പ്രത്യേക രാജ്യമായി സെർബിയ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. യൂറോപ്പിന്റെ തെക്ക് ഭാഗത്തുള്ള സെർബിയ ധാരാളം മലനിരകളും താഴ്വരകളും തടാകങ്ങളുമുള്ള മനോഹരമായ രാജ്യമാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലുള്ള ടൂറിസ്റ്റുകൾ ചൂടുകാലത്ത് സുഖവാസത്തിന് വരുന്ന രാജ്യമായി സെർബിയ അറിയപ്പെടുന്നു. ധാരാളം വിനോദോപാധികളുള്ള ഒരു രാജ്യമെന്ന നിലക്കും വളരെ ഫ്രണ്ട്ലി ആയ ജനവിഭാഗം ഉള്ളതുകൊണ്ടും പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് ടൂറിസ്റ്റുകൾ ഇവിടെ വരാൻ ഇഷ്ടപ്പെടുന്നു. കേരളത്തിന്റെ ഇരട്ടി വലുപ്പമുള്ള സെർബിയയിൽ 70 ലക്ഷം ജനങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. സമ്പന്ന രാജ്യമായ സെർബിയക്ക് ഇന്ത്യയുടെ 4 ഇരട്ടി ആളോഹരി വരുമാനമുണ്ട്. വാഹനങ്ങളും ഫർണിച്ചറും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നു. സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡ് ആധുനികവും മനോഹരവുമായ ഒരു നഗരമാണ്. ബിയർ ഫെസ്റ്റിവലുകൾ നടത്തുന്ന ഒരു നഗരമായി ബെൽഗ്രേഡ് അറിയപ്പെടുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റിൽ ബെൽഗ്രേഡ് ബിയർ ഫെസ്റ്റിവൽ ധാരാളം വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. അതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഡിസംബർ 31 മുതൽ ഒരാഴ്ചയോളം ടൂറിസ്റ്റുകളുടെ തിരക്കാണ് ബെൽഗ്രേഡ് നഗരത്തിൽ. യൂറോപ്പിന്റെ പാർട്ടി ക്യാപിറ്റലായി ബെൽഗ്രേഡ് അറിയപ്പെടുന്നു. 14 ലക്ഷത്തോളം ജനങ്ങൾ ഈ മഹാനഗരത്തിൽ താമസിക്കുന്നുണ്ട്. ചരിത്ര സ്മാരകങ്ങളും മനോഹരമായ ആർക്കിടെക്ചറുള്ള കെട്ടിടങ്ങളും മികച്ച റെസ്റ്റോറന്റുകളും ലോകോത്തര നിലവാരമുള്ള വിനോദ ഉപാധികളും ഈ നഗരത്തെ ഒരു മികച്ച അട്രാക്ഷനാക്കി മാറ്റിയിരിക്കുന്നു. ബെൽഗ്രേഡ് നഗരത്തിലെ നിക്കോള ടെസ്ല ഇന്റർനാഷണൽ എയർപോർട്ട് എയർ സെർബിയയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. യൂറോപ്പിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും ഇവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റുകൾ ലഭിക്കുന്നു.